ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും. ഉത്സവത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞാൽ തീരില്ല, അത് വിശദമായിട്ട് പിന്നീട് പറയാം. ഇന്ന് കൃഷ്ണനാട്ടം, ആ പേരിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കൃഷ്ണന്റെ ആട്ടം, ഭഗവാന്റെ ഓരോ കഥകള്, അതാണ് ഗുരുവായൂർ അമ്പലത്തിലെ ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി തൃപ്പുക കഴിഞ്ഞാൽ നടടച്ചാൽ പ്രദക്ഷിണ വരിയിൽ വടക്കേ ഭാഗത്തായിട്ട് ദേവസ്വം കലാകാരന്മാർ അവതരിപ്പിക്കുന്നത് കൃഷ്ണനാട്ടം. ഭഗവാന്റെ ഓരോ കഥകൾക്കും അത് വഴിപാടായിട്ട് ഭക്തര് നടത്തുമ്പോൾ ഓരോ കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ഫലങ്ങളുണ്ട്. സന്താനം ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടാണ് അവതാരം എന്നുള്ള കൃഷ്ണനാട്ടം വഴിപാട് നടത്തുന്നത്. എന്തെങ്കിലും തരത്തിലുള്ളൊരു വിഷബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിഷബാധ ശമനത്തിന് വേണ്ടിയിട്ടാണ് കാളിയമർദ്ദനം വഴിപാട് നടത്തുന്നത് കൃഷ്ണനാട്ടം. പിന്നെ കന്യകമാരുടെ ശ്രേയസ്, ദാമ്പത്യ കലഹം തീരല്, ഇതിനൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് രാസക്രീഡ എന്നുള്ള കഥ അവതരിപ്പിക്കുന്നത്. ഭഗവാന്റെ അവതാര ലക്ഷ്യം തന്നെ നമുക്കൊക്കെ അറിയാം, കംസവധം. ശത്രുനാശത്തിന് വേണ്ടിയിട്ടാണ് ആ കഥ അവതരിപ്പിക്കുന്നത്. വിവാഹം തടസ്സം കാരണം വിവാഹം നടക്കാണ്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം ഭംഗിയായിട്ട് നടക്കാൻ ഭഗവാനെ പ്രാർത്ഥിച്ച് സ്വയംവരം കഥ വഴിപാടായിട്ട് നടത്താറുണ്ട്. കാര്യങ്ങളൊക്കെ നടന്ന് അഭീഷ്ടപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ബാണയുദ്ധം എന്നുള്ള കൃഷ്ണനാട്ടം കഥയും വഴിപാടായിട്ട് നടത്തുന്നു. കൃഷിക്കാരെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യമൊന്നും ഇല്ലാണ്ടിരിക്കാൻ, ദാരിദ്ര്യ ശമനത്തിന് വേണ്ടിയിട്ട് വിവിധ വധം എന്നുള്ള കഥയാണ് വഴിപാട് നേരാറ്. പിന്നെ ഭഗവാന്റെ സ്വർഗാരോഹണം, അതെന്തിനാന്ന് എല്ലാവർക്കും അറിയാം, മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും മോഹതാണല്ലോ മോക്ഷപ്രാപ്തി. ആ സ്വർഗാരോഹണം കഥ വഴിപാടായിട്ട് നടത്തുന്നവര് അവതാരം കഥയും കൂടി നടത്തണം എന്നാണ് പറയാറ്. കൃഷ്ണനാട്ടത്തിനൊരു പ്രത്യേകത, ചെണ്ട ഉപയോഗിക്കാറില്ല. പകരം 2 തരം മദ്ദളാണ് ഉപയോഗിക്കുക. ശുദ്ധമദ്ദളം, തൊപ്പി മദ്ദളം. ഇടയ്ക്കയും പതിവുണ്ട്. അങ്ങനെ പലരും ഈ കൃഷ്ണനാട്ടം വഴിപാടായിട്ട് നടത്തുന്നു. എല്ലാവരുടെ കാര്യങ്ങളും ഭഗവാൻ നടത്തി കൊടുക്കുന്നുമുണ്ട്. ഈ കൃഷ്ണനാട്ടം കഥ ഈ അമ്പലത്തിലല്ലാതെ പുറത്തും പല സ്ഥലത്തും അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ അമ്പലത്തിൽ ഇങ്ങനെയാണ് ദിവസേന നടത്താറ്.
പിന്നെ ഒരു കാര്യമുള്ളത്, ഉച്ചപൂജയ്ക്ക് നിവേദ്യത്തിൻ്റെ സമയത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് നിവേദ്യമൊക്കെ തയ്യാറായി പൂജ തുടങ്ങാം എന്നുള്ളത് ഗണപതിയുടെ ശ്രീകോവിലിൻ്റെ അടുത്ത് പ്രസാദം കൊടുക്കണ മേൽശാന്തിയുടെ അടുത്ത് വന്നിട്ട് കോയ്മ ചോദിക്കും, നിവേദ്യം പറയട്ടെ. അതായത് കോയ്മയാണ് നേദ്യം എന്ന് പറഞ്ഞാൽ നേദ്യത്തിന് വേണ്ടി. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമ്പിയിലെ ഒരു ചങ്ങല കൊണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഭക്തരെ ഒരു അറിയിപ്പ്, ഇതാ ഉച്ചപൂജ തുടങ്ങുകയായി, ദർശനത്തിന് കുറച്ച് നേരത്തേക്ക് അകത്തേക്ക് പ്രവേശിക്കൽ നിർത്തുകയായി എന്നാണ്. പിന്നെ ശ്രീകോവിലിനും നമസ്കാര മണ്ഡപത്തിനിടയിൽ ഒരു പട്ട് ഇട്ടിട്ടാണല്ലോ നിവേദ്യം നടത്തല്. അതും പറഞ്ഞു, നിവേദ്യ സമയത്ത് ആരും തൊഴാൻ പാടില്ല. അങ്ങനെയുള്ള ശ്രീഹരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.